ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതെന്നാണെന്നറിയോ, എളുപ്പത്തിലൊരു കേക്ക്, എല്ലാവരും ഉണ്ടാക്കുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് എളുപ്പത്തിൽ ഒരു കേക്ക്, ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് പൊടിച്ചെടുക്കാൻ പോകും. ഇത് പൊടിക്കാൻ പോവുക. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചോണ്ട് വരാം. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് കണ്ടോ. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഓറിയോ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചു റെഡിയാക്കി. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുവാണ്. ഇട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്ത് കുറച്ച് പാലൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. അപ്പം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി അത് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിനകത്താണ്. നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന്. അതിനായിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് ഒന്ന് ചൂടാക്കട്ടെ. കല്ലൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കുക്കർ വെക്കാം. നമ്മൾ ദോശക്കല്ല് ചൂടായി. ഇനി കുക്കറിനകത്തോട്ട് ഇത് ഒഴിക്കുകയാണ്. നമ്മുടെ കുക്കറിനകത്ത് റെഡിയാക്കി ദോശക്കല്ലേ വെച്ചു. വെയിറ്റ് ഇടുന്നില്ല കേട്ടോ. കണ്ടോ, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്ക് റെഡിയായി. കണ്ടോ, കുക്കറിനകത്താണ് ഉണ്ടാക്കിയത്. ഓവനും വേണ്ട, ഒന്നും വേണ്ട. അടിപൊളി, അടി കരിക്ക് പിടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ സിമ്പിളായ ഒരു കേക്ക്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എത്ര പെട്ടെന്നാണ്. മുട്ട വേണ്ട, പിന്നെ മൈദ വേണ്ട, ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിന് ബാക്കി സാധനങ്ങൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഉരുക്കിയിട്ടുണ്ട്, അത് ഒഴിക്കുകയാണ്. അപ്പം കണ്ടോ, നമ്മുടെ ഓറിയോ കേക്ക് റെഡിയായി. എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നറിയാം. അടിപൊളി, എത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കാം. മറ്റുള്ള കേക്കൊന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും സമയമൊന്നും വേണ്ട. എളുപ്പമാണ് പരിപാടി. മൈദ വേണ്ട, മുട്ട വേണ്ട, ഒന്നും വേണ്ട. എളുപ്പമാണ് ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണേ. ഓക്കെ, ബൈ.